നമസ്കാരം, മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കേറിപ്പോന്നോളി. ഹലോ, വാട്ടർ അതോറിറ്റി അല്ലേ? വെള്ളമില്ല ഇവിടെ ഒന്നും. വെള്ളം എപ്പോഴത്തേക്ക് ഇങ്ങോട്ട് എത്തുന്നത്? എന്ത് കോർപ്പറേഷനിലോട്ട് വിളിച്ച് ചോദിക്കാനോ? ആ ശരി. ഹലോ, ഇത് കോർപ്പറേഷൻ അല്ലേ? ഇത് മേയർ അല്ലേ? ഇത് വെള്ളമില്ല ഇവിടെ തിരുവനന്തപുരത്ത് വെള്ളമില്ല. ഇത് റെയിൽവേയോട് അല്ല, വാട്ടർ അതോറിറ്റി പറഞ്ഞ് കോർപ്പറേഷനോട്. റെയിൽവേയോട് ചോദിക്കണോ? ആ ശരി എന്നാ, ശരി. നിങ്ങനെ 4 ദിവസമായടെ വെള്ളം ചോദിച്ച് വിളിച്ച യവന്മാരെല്ലാം കൂടെ അവിടെ വിളി, മറ്റേടത്ത് വിളി, മറിച്ചെടുത്ത് വിളി എന്ന് പറഞ്ഞുകൊണ്ട് വാട്ടർ അതോറിറ്റിയും കോർപ്പറേഷനും കൂടി നമ്മുടെ വെക്കിട്ട് കയറുക വെള്ളം വിളിച്ചോണ്ട് ചോദിക്കുമ്പോ. അല്ല, വെള്ളം നമുക്ക് വേണമല്ലോ. അത് വിളിച്ച് ചോദിക്കുമ്പോ യവന്മാര് നമ്മുടെ വെക്കിട്ട് കയറുന്നത് കേൾക്കാമോ? ഇല്ല കേൾക്കുന്നില്ല. കൽക്കട്ടന്ന് പോരുമ്പോഴേ കമ്പിളി പുൽപ്പ് വാങ്ങിച്ചോണ്ട് പോരാൻ. ഹലോ, ഉറച്ചു പറ, കേൾക്കുന്നില്ല. കമ്പിളി പുൽപ്പ് കൽക്കട്ടന്ന് പോരുമ്പോ വാങ്ങിച്ചോണ്ട് പോരാൻ. ഹലോ, കേൾക്കുന്നില്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത് കേൾക്കണം. തിരുവനന്തപുരത്ത് വെള്ളമില്ല. തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽവേ പാത ഇരട്ടിപ്പിക്കൽ പണിയായത്. നഗരത്തിലെ 44 വാർഡുകളിലും വെള്ളം എത്താത്തതിൽ ആയിരക്കണക്കിന് ആളുകളാണ് വലഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീണ്ടും മേയറും റെയിൽവേയും കൂടി യുദ്ധം തുടങ്ങിയൊക്കെയാണ്. പണി ഇഴച്ചു നീക്കുകയാണ് റെയിൽവേ കത്തിക്കുമെന്നും പറഞ്ഞിറങ്ങിയിട്ടുണ്ട് ആര്യേച്ചി. പണി നടക്കുമ്പോൾ വെള്ളം മുടങ്ങും. ബദൽ മാർഗം ഉണ്ടാക്കാൻ അറിഞ്ഞൂടെ? നിങ്ങൾ പിന്നെ എവിടുത്തെ മേയറാണെന്ന് റെയിൽവേ. പ്രായം കുറഞ്ഞ മേയറായ എന്നെ ഒരുമാതിരി ആക്കാൻ വന്നാലുണ്ടല്ലോ, എന്റെ പരശുരാമൻ ശതാബ്ദിയും കൂടെ ഞാൻ തടയൂന്ന് മേയർ ചേച്ചി. തടയാൻ ചേച്ചിക്ക് അറിയാലോ. അത് മാത്രമല്ലേ ചേച്ചിക്ക് അറിയുള്ളൂ. അത് മാത്രം വൃത്തിയായും വെടിപ്പായും ചെയ്യും. ഇതങ്ങനെ ഇരു കൂട്ടരും അവരുടെ പിടിപ്പുകേടുകൾ സമ്മതിക്കാതെ ഘോര യുദ്ധത്തിലാണ്. അല്ലെങ്കിലേ ആവ ഇഴഞ്ചാൻ തോട്ടിലെ വിഷയത്തോടെ റെയിൽവേയോട് എപ്പിടപ്പിയാണ് നഗരമമ്മിക്ക്. ഇനി നടക്ക പോറത് യുദ്ധം. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ റെയിൽവേ. രണ്ടിലൊരാൾ മതി ഇവിടെയെന്ന് കോർപ്പറേഷനിൽ അങ്കക്കലി പൂണ്ട് നിൽക്കുകയാണ് നഗരമാത ആര്യാദേവി. എന്റെ പൊന്നുരാമൻകുട്ടി, ഈ പുന്നാര ഏമാമാരോട് വെള്ളം ഉണ്ടോ എന്നല്ലേ ചോദിച്ചുള്ളൂ നമ്മൾ. അതിനാണ് യവന്മാര് മറ്റടുത്ത പണി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്ടർ അതോറിറ്റി കോർപ്പറേഷന്റെ തലയിലിടുന്നു, കോർപ്പറേഷൻ റെയിൽവേയുടെ തലയിലിടുന്നു. വീണ്ടും റിപ്പീറ്റ്. 4 ദിവസം കൊണ്ട് തിരുവനന്തപുരംകാരെ വെള്ളം കുടിപ്പിക്കുവാണ് യവന്മാരെല്ലാം കൂടെ. നഗരമമ്മി ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടും 4ാം പക്കമായി. വെള്ളമില്ല, പൈപ്പ് തുറന്നാൽ കൊടുങ്കാറ്റും. ഫാൻ ഇടേണ്ട ആവശ്യമില്ല, പൈപ്പ് തുറന്നു വെച്ചാൽ മതി. വെള്ളമില്ലാത്തതുകൊണ്ട് നഗരമമ്മിയുടെ ആവശ്യപ്രകാരം കളക്ടർ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. സാധാരണ മഴക്കാലത്താണടെ അവധി. തിരുവനന്തപുരത്തൊക്കെ ഇങ്ങനെയാണ് ബായ്. ആരും കരയണ്ട, കൊച്ചിന്ന് ടാങ്കർ പുറപ്പെട്ടിട്ടുണ്ടെന്ന് നഗരമമ്മി. ഇന്നലെ മുതൽ കരയാൻ തുടങ്ങിയതാ. എന്താ ഇതുവരെ ഇങ്ങ് എത്തിയില്ലേ? പുറപ്പെട്ടിട്ട് അരമണിക്കൂറായി. കുറച്ചുകൂടി നേരത്തെ പുറപ്പെടണോ? അരമണിക്കൂർ മുമ്പേ അവര് പുറപ്പെട്ടിട്ടുണ്ടെന്നോ? വേണമെങ്കിൽ ഇനിയും നേരത്തെ പുറപ്പെടാമെന്ന്. തിരുവനന്തപുരംകാരുടെ ദുഃഖം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകൂല. 4 ദിവസമായി കുളിച്ചിട്ട് പല്ല് വെച്ചിട്ട് കക്കൂസിൽ കാര്യം സാധിക്കാൻ കേറിയവും വരെ 4ന്റെ അന്നാ പുറത്തിറങ്ങിയത്. സ്മാർട്ട് സിറ്റി. കക്കൂസിൽ പോകാൻ പോലും വെള്ളമില്ലടേ ഇവിടെ. 4 ദിവസമായി. ഫോറിൻ കൾച്ചറാണ്. ജനങ്ങൾ വെള്ളം കുടിക്കാതെ ചാകാൻ കടന്നാൽ എന്താ? മന്ത്രിമന്ദിരങ്ങളിലും മേയറുടെ ഭവനത്തിലും AKG സെന്ററിലും ഒക്കെ ആവശ്യത്തിലധികം വെള്ളമുണ്ട്. വെള്ളത്തിന്റെ ആറാട്ട്. മുഖ്യൻ സ്വിമ്മിംഗ് പൂളിൽ നീരാടുകയാണ് സുഹൃത്തുക്കളെ. ജലമന്ത്രി പിന്നെ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ ഈ ആവേശത്തിൽ AKG ഇല്ലത്തും പാഞ്ഞെത്തുന്നുണ്ട് ടാങ്കർ. പിന്നെ മുന്തിയ ഹോട്ടലുകൾക്കും ക്ഷാമമില്ല. അവിടെ എല്ലാം വെള്ളം നേരിട്ട് എത്തിച്ച് മേയർ മാതൃകയായി. ബാക്കിയുള്ളവൻ കുപ്പിവെള്ളം മേടിച്ച് നിക്കറ് കീറി നിൽക്കുക. മേയർക്ക് 1000 അഭിവാദ്യങ്ങൾ. വിപ്ലവം വിജയിക്കട്ടെ. ലാൽ സലാം സഖാത്തി. ഇനിയും വരില്ലേ ഈ വഴി വോട്ടും തണ്ടിയും കാണിച്ചു തരാം നമ്മള്. സുഹൃത്തുക്കളെ, ഞാൻ ഏതെങ്കിലും തോട്ടിൽ പോയി ചാടിയിട്ട് വരാം. ശരി എന്നാ, അപ്പൊ കാണാം. നമുക്ക് പറയാനുണ്ട് കുറെ.